ഹലോ എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? അൽവിയോളാർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആയിരുന്നു അല്ലെ. അതായത് അൽവിയോളയിൽ വെച്ചിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വാതക വിനിമയം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതായത് അൽവിയോളയിൽ നിന്നും ഓക്സിജൻ എവിടേക്ക് പോകുന്നു? അൽവിയോളയ്ക്ക് അടുത്തുള്ള ബ്ലഡ് കാപ്പിലറീസിനകത്തിലേക്ക് പോകുന്നു ഇല്ലേ. ഇനി അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് എത്തുന്നു? അൽവിയോളയ്ക്കുള്ളിലേക്ക് കടക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ അൽവിയോളയ്ക്കുള്ളിൽ എന്തിരിക്കുകയാണ്? ഓക്സിജൻ ഇരിക്കുന്നു. ഇനി അൽവിയോളയ്ക്ക് പുറത്ത് എന്തോ ഉണ്ട്? അതായത് ബ്ലഡ് കാപ്പിലറീസിൽ എന്തോ ഉണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? എക്സ്ചേഞ്ച് നടക്കുന്നത്. അതായത് ഒരു തവണ നമ്മുടെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അൽവിയോളാർ എക്സ്ചേഞ്ച് ആണ്. അതായത് അൽവിയോളസിൽ വെച്ചിട്ടാണ് ഒരു ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇനി ഇത് കൂടാതെ ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒന്നുകൂടി നടക്കുന്നുണ്ട്. അതായത് ബ്ലഡിൽ കൂടി പോകുന്ന ഓക്സിജൻ നമ്മുടെ ഡിഫറന്റ് ബോഡി പാർട്സിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെൽസിനുള്ളിലേക്ക് കടക്കുന്നുണ്ട് അല്ലെ. ഇനി സെല്ലിനുള്ളിൽ എനർജി പ്രൊഡക്ഷന് ശേഷം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെവിടേക്ക് പോകുന്നുണ്ട്? ബ്ലഡിലേക്കും കടക്കുന്നുണ്ട്. അപ്പോൾ ഒരു തവണ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അൽവിയോളയ്ക്കുള്ളിലാണെങ്കിൽ രണ്ടാമത്തെ തവണ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ബ്ലഡും സെൽസുമായിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ പുറത്തു നിന്നും എടുത്ത ഓക്സിജൻ അൽവിയോളയ്ക്കുള്ളിലേക്ക് എത്തി. അൽവിയോളയിൽ നിന്നും അത് എവിടേക്ക് പോകണം? ഡിഫറന്റ് ബോഡി പാർട്സിലേക്ക് പോകണം അല്ലെ. അങ്ങനെ നേരിട്ട് പോകുമോ? അങ്ങനെ പോകില്ല. നമുക്കറിയാം, ലങ്സിൽ നിന്നും ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് ആദ്യമേ എവിടോട്ടാണ് എത്തുന്നത്? നമ്മുടെ ഹാർട്ടിലേക്കാണ് അല്ലെ. അതായത് ഹാർട്ടിലേക്ക് ഏത് ചേമ്പറിലേക്കാണ് എത്തുന്നത്? ലെഫ്റ്റ് ഏട്രിയം അല്ലെങ്കിൽ ഇടത് ഏട്രിയത്തിലേക്ക് എന്തെത്തുന്നു? ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് എത്തുന്നു. ഇനി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും അത് എവിടേക്ക് പോകും? ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിളിലേക്ക് പോകും. ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുമാണ് ഹോൾ ബോഡി പാർട്സിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു? ഡിഫറന്റ് ബോഡി പാർട്സിലേക്ക് പോകുന്നു. അപ്പൊ ആ ബ്ലഡിനകത്തിൽ എന്തുവാണ് ഉള്ളത്? ഓക്സിജൻ ആണ് ഉള്ളത്. ഏത് വഴിയാണ് പോകുന്നത്? ആർട്ടറീസ് വഴിയാണ് അല്ലെ, അല്ലെങ്കിൽ ധമനികളിൽ കൂടിയാണ്. അപ്പൊ ആ ഓക്സിജൻ എന്ന് പറയുന്നത് ബ്ലഡിൽ കൂടി എവിടേക്ക് എത്തുന്നു? ഡിഫറന്റ് ബോഡി പാർട്സിലേക്ക് എത്തുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഓക്സിജൻ ഫസ്റ്റ് എവിടോട്ട് കടന്നു? അൽവിയോളസിലേക്ക് കടന്നു അല്ലെ. അൽവിയോളസിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ അൽവിയോളസിൽ നിന്ന് നേരെ ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകളിലേക്ക് കടക്കുന്നു. അപ്പൊ ഈ ബ്ലഡ് കാപ്പിലറീസിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഓക്സിജൻ അതേ രൂപത്തിലല്ല പോകുന്നത്. കുറച്ച് ഓക്സിജൻ എന്ത് ചെയ്യും? ബ്ലഡിലുള്ള പ്ലാസ്മയുമായിട്ട് ലയിക്കും. അതായത് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലാസ്മ എന്ന് പറയുന്നത് ബ്ലഡിലെ ഫ്ലൂയിഡ് പാർട്ടാണ്. അപ്പം ഒരു സ്മോൾ പോർഷൻ ഓഫ് ഓക്സിജൻ ഡിസോൾവ്സ് ഇൻ പ്ലാസ്മ. ബാക്കിയുള്ള ഓക്സിജൻ എല്ലാം ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, RBCക്ക് റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ്, വർണ്ണകത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹീമോഗ്ലോബിൻ. അപ്പൊ ബാക്കിയുള്ള ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഓക്സിജൻ ബ്ലഡിലൂടെ സഞ്ചരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? സ്മോൾ പോർഷൻ ഓഫ് ഓക്സിജൻ ഡിസോൾവ്സ് ഇൻ പ്ലാസ്മ and some oxygen combines with hemoglobin to form oxyhemoglobin. അപ്പൊ ഈ രണ്ട് രൂപത്തിൽ ബ്ലഡിലൂടെ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ സഞ്ചരിക്കുന്നു. ഇനി നിയർ ദ സെൽസ്, അതായത് സെൽസിന് അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഈ ഓക്സി ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ വിഘടിക്കും. വിഘടിച്ച് എന്തൊക്കെ ഉണ്ടാകും? ഓക്സിജനും ഉണ്ടാകും, ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ഹീമോഗ്ലോബിൻ ബ്ലഡിൽ തന്നെ അങ്ങ് നിൽക്കും. ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവത്തിലൂടെ സെൽസിലേക്ക് എത്തുന്നു. അപ്പൊ എങ്ങനെയാണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്? ഓക്സിജൻ ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്നും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെ എവിടേക്ക് എത്തുന്നു? ലാസ്റ്റ് പാർട്ടായ അൽവിയോളസിലേക്ക് എത്തുന്നു. അൽവിയോളസിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു? ബ്ലഡിലേക്ക് കടക്കുന്നു അല്ലെ. ബ്ലഡിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓക്സിജൻ പ്ലാസ്മയിൽ ലയിക്കുന്നു. ഇനി ബാക്കി ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഇനി ഈ ഓക്സി ഹീമോഗ്ലോബിൻ നിയർ ദ സെൽസ്, അതായത് കോശങ്ങൾക്ക് അടുത്തെത്തുമ്പോഴത്തേക്കും ഓക്സി ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു? വിഘടിച്ചിട്ട് ഓക്സിജൻ സെപ്പറേറ്റ് ആകുന്നു. ഈ ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡ് വഴി, നമുക്കറിയാം ബ്ലഡ് നേരിട്ട് എവിടേക്ക് എത്തത്തില്ല? സെൽസിനടുത്തേക്ക് എത്തത്തില്ല അല്ലെ. ബ്ലഡിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് പാർട്ടാണ് സെല്ലിനടുത്തേക്ക് ഒലിച്ചിറങ്ങുന്നത്. അതിനെ എന്താണ് വിളിക്കുക? ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവം. അപ്പൊ ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിഘടിച്ചിട്ടുണ്ടാകുന്ന ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവത്തിലൂടെ എവിടേക്ക് എത്തുന്നു? സെൽസിനുള്ളിലേക്ക് എത്തുന്നു. ഇനി ഈ സെല്ലിനുള്ളിൽ വെച്ചിട്ടാണ് എന്തിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്? എനർജി പ്രൊഡക്ഷൻ നടക്കും അല്ലെ. അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ പഠിക്കാം. ഇനി ഈ സെൽസിനുള്ളിൽ എനർജി പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? വേസ്റ്റ് ഉണ്ടാകും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വേസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? സെൽസിൽ നിന്നും നേരെ ടിഷ്യൂ ഫ്ലൂയിഡ് ലയിക്കും.
അതായത് നമുക്കറിയാം ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് സെല്ലിൽ നിന്ന് എവിടേക്ക് കൊണ്ടുപോകുന്നത്, ബ്ലഡിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ സെൽസിനുള്ളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ദ്രവത്തിലേക്ക് ലയിക്കുന്നു. ഇനി ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നും അത് എവിടേക്ക് കടക്കുന്നു, ബ്ലഡിലേക്ക് അല്ലെങ്കിൽ രക്തത്തിലേക്ക് കടക്കുന്നു. അപ്പൊ ബോഡി പാർട്സിൽ നിന്നും അല്ലെങ്കിൽ ബോഡി പാർട്സിലുള്ള സെൽസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് പോകുന്നു, നമ്മുടെ ബ്ലഡിലേക്ക് പോകുന്നു അല്ലെ. ആ ഗേഷ്യസ് എക്സ്ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റമിക് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, അതായത് സിസ്റ്റമിക് വാതക വിനിമയം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ നിന്നും അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സിലുള്ള സെൽസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് എത്തുന്നു, ബ്ലഡിലേക്ക് എത്തുന്നു. ആ എക്സ്ചേഞ്ചിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സിസ്റ്റമിക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ രണ്ടിടത്താണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ബിറ്റ്വീൻ അൽവിയോള ആൻഡ് ബ്ലഡ്, അതായത് അൽവിയോളയ്ക്കും ബ്ലഡിനും ഇടയ്ക്കും. ദെൻ രണ്ടെന്ന് പറയുന്നത് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് സെൽസ്. ദെൻ അതിനുശേഷം ബ്ലഡിൽ വെച്ചിട്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഇപ്പൊ എവിടേക്ക് എത്തിയിട്ടുണ്ട്, ബ്ലഡിലേക്ക് അല്ലെങ്കിൽ രക്തത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലെ. രക്തത്തിലൂടെ അത് എവിടേക്ക് എത്തുന്നു, നമ്മുടെ ഹാർട്ടിലേക്ക് എത്തും. ഏത് ചേമ്പറിലേക്കാണ് എത്തുന്നത്, ഡിഫറെന്റ് പാർട്സിൽ നിന്നുമുള്ള ബ്ലഡ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് എവിടേക്കാണ് എത്തുന്നത്, റൈറ്റ് ഏട്രിയത്തിലേക്കാണ്. ഇനി റൈറ്റ് ഏട്രിയത്തിൽ നിന്നും അത് എവിടേക്ക് പോകും, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകും. ദെൻ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും അത് പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി വഴി എവിടേക്ക് പോകുന്നു, ലങ്സിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, ബ്ലഡിലേക്ക് കടക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് അതേ രൂപത്തിൽ അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്യും, അതായത് ഒരു 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ലയിക്കുന്നു. ദെൻ 23% കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകും. അപ്പൊ അവിടെ എന്ന് പറയുന്നത് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആണ് ഉണ്ടാകുന്നത്. ഇവിടെ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകുന്നു, കാർബമിനോ ഹീമോഗ്ലോബിൻ. അപ്പൊ 7% പ്ലാസ്മയിൽ ലയിച്ചു, 23% ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടായി. ഇനി ബാക്കി 70% RBCയിലുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. RBC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസ് ആണ് അല്ലെങ്കിൽ അരുണരക്താണുക്കൾ. അതിലുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ബൈകാർബണേറ്റ്സ് ഫോം ചെയ്യും. അപ്പൊ ഏതൊക്കെ രൂപത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ കൂടി സഞ്ചരിക്കുന്നത്, കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ലയിക്കുന്നു, കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ ആകുന്നു. ഇനി മേജർ പോർഷൻ കാർബൺ ഡൈ ഓക്സൈഡ് RBCയിലുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ബൈകാർബണേറ്റ്സ് ആകും. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലൂടെ നേരിട്ട് എവിടേക്ക് എത്തുന്നു, ബോഡി പാർട്സിൽ നിന്ന് നേരെ ഹാർട്ടിലേക്ക് എത്തും. ദെൻ ഹാർട്ടിൽ നിന്നുമാണ് അത് എവിടേക്ക് പോകുന്നത്, ലങ്സിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ ഏതായിരുന്നു, പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി. അതിലൂടെ എവിടേക്ക് എത്തുന്നു, ലങ്സിലേക്ക് എത്തുന്നു. ഇനി ഈ ലങ്സിലേക്ക് എത്തുമ്പോൾ അൽവിയോളയ്ക്ക് അടുത്ത് എന്തുണ്ട്, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട് അല്ലെ. അതായത് ബ്ലഡ് കാപ്പിലറീസിലേക്ക് എത്തുമ്പോൾ ആ കാർബമിനും ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റ്സും എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും, വിഘടിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആകും. ആ കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് കടക്കുന്നു, ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകളിൽ നിന്നും അൽവിയോളസിനുള്ളിലേക്ക് കടക്കുന്നു. അപ്പൊ ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച്, അതായത് അൽവിയോളയിൽ വെച്ചിട്ട് നടക്കുന്ന ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് അൽവിയോളാർ എക്സ്ചേഞ്ച്. ഇനി ബോഡി പാർട്സും ബോഡി പാർട്സിലുള്ള സെൽസും ബ്ലഡും തമ്മിൽ നടക്കുന്നതാണ് സിസ്റ്റമിക് എക്സ്ചേഞ്ച്. ഇനി ഇവിടെ എന്ന് പറയുന്നത് അൽവിയോളയിൽ വെച്ചിട്ട് ഓക്സിജൻ എന്ത് ചെയ്തു, ബ്ലഡിലേക്ക് ചെന്നു. ആ ഓക്സിജൻ ബ്ലഡിൽ എത്തിയിട്ട് പ്ലാസ്മയുമായിട്ട് കുറച്ച് ഓക്സിജൻ പ്ലാസ്മയുമായിട്ട് കമ്പൈൻ ചെയ്യും, ബാക്കി ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ഇനി സെല്ലിനടുത്ത് എത്തുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജൻ ഉണ്ടാകും. ആ ഓക്സിജൻ ടിഷ്യൂ ഫ്ലൂയിഡിലൂടെ സെൽസിലേക്ക് എത്തുന്നു. സെൽസിൽ വെച്ചിട്ട് എനർജി പ്രൊഡക്ഷൻ, ഊർജ്ജോത്പാദനം നടക്കും. അതിന്റെ ഫലമായിട്ട് വേസ്റ്റ് ഉണ്ട്. ഏത് വേസ്റ്റ്, ആ കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് സെൽസിൽ നിന്നും എവിടേക്ക് കടക്കുന്നു, ടിഷ്യൂ ഫ്ലൂയിഡിലേക്ക് കടക്കുന്നു. ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നും അത് ബ്ലഡിലേക്ക് കടക്കുന്നു. ബ്ലഡിൽ എത്തിയിട്ട് കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് 7% കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ലയിക്കുന്നു. ദെൻ 23% ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ബാക്കി 70% RBCയിലെ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് ബൈകാർബണേറ്റ്സ് ഫോം ചെയ്യും. ഇനി അത് ലങ്സിനടുത്ത് എത്തുമ്പോഴത്തേക്ക് എന്തോ സംഭവിക്കും, കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റ്സും ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡ് കാപ്പിലറീസിൽ നിന്ന്, രക്തലോമികളിൽ നിന്ന് എവിടേക്ക് കടക്കുന്നു, അൽവിയോളസിലേക്ക് കടക്കുന്നു. അവിടെ നിന്നും അതെന്ത് ചെയ്യുന്നു, ബോഡിക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്?
അതായത് ഓക്സിജൻ എവിടേക്ക് പ്രവേശിക്കുന്നു? അൽവിയോളയിലേക്ക് പ്രവേശിക്കുന്നു. അൽവിയോളയിൽ നിന്നും അത് ബ്ലഡ് കാപ്പിലറീസിൽ എത്തും ഇല്ലേ, ബ്ലഡിലേക്ക് എത്തും. ബ്ലഡിൽ നിന്നും അത് ബ്ലഡിലൂടെ അത് നേരിട്ട് ഹാർട്ടിലേക്ക് എത്തുന്നു. ഹാർട്ടിൽ നിന്നുമാണ് അത് ഡിഫറെന്റ് പാർട്സിലേക്ക് പോകുന്നത്. ഇനി ഡിഫറെന്റ് പാർട്സിൽ ഓക്സിജനെ കൊടുത്തതിന് ശേഷം എന്തിനെ എടുക്കും? കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കും. അത് സെൽസിൽ നിന്നും എവിടേക്ക്? ടിഷ്യൂ ഫ്ലൂയിഡ് വഴി ബ്ലഡിലൂടെ എവിടേക്ക് എത്തുന്നു? ഹാർട്ടിലേക്ക് തന്നെ എത്തുന്നു. ഹാർട്ടിൽ നിന്നും അത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടേക്ക് പോകുന്നു? ലങ്സിലേക്ക് പോകുന്നു. ലങ്സിൽ വെച്ച് പ്യൂരിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും ഹാർട്ടിൽ എത്തുന്നു. ഹാർട്ടിൽ നിന്നും അത് ഡിഫറെന്റ് പാർട്സിലേക്ക് പോകുന്നു. ഡിഫറെന്റ് പാർട്സിൽ ഓക്സിജൻ കൊടുക്കുന്നു അല്ലെ, അവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് അത് ബ്ലഡിലൂടെ ഹാർട്ടിലേക്ക് എത്തുന്നു. ഹാർട്ടിൽ നിന്നും വീണ്ടും അത് എവിടേക്ക് പോകുന്നു? ലങ്സിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സൈക്ലിക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. 2 ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് നമുക്കുള്ളത്. ഒന്ന് അൽവിയോളാർ എക്സ്ചേഞ്ചും രണ്ടെന്ന് പറയുന്നത് സിസ്റ്റമിക് എക്സ്ചേഞ്ചും. ഒന്ന് നടക്കുന്നത് അൽവിയോളയ്ക്കും ബ്ലഡിനും ഇടയിലാണെങ്കിൽ അടുത്തത് നടക്കുന്നത് സെൽസിനും ബ്ലഡിനും ഇടയിലാണ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഓക്സിജൻ കൊണ്ടുചെല്ലുമ്പോൾ സെൽസ് എന്ത് ചെയ്യും? അത് ഉപയോഗിച്ചിട്ട് എനർജി പ്രൊഡക്ഷൻ നടത്തും ഇല്ലേ. അപ്പൊ അതിനെ കുറിച്ചാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.